കണ്ണൂർ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് കണ്ണൂർ സ്ലാങ് ചെയ്തുകൂടാന്ന്. അങ്ങനെ ഞാനും അമ്മയും ഇന്ന് പോകുന്നത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിനാണ്. അങ്ങനെ ബസ് കയറിയിട്ട് നേരെ കൂത്തുറമ്പിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഈ ടിക്കറ്റും പൈസയും പിടിച്ചിരിക്കല എന്തൊരു ഫീലാന്ന് പറയുക. കൂത്തുറമ്പ് സ്റ്റാൻഡിലെത്തിയാൽ അപ്പോൾ അവിടെ പാനൂർ ബസ് ഉണ്ട്. നേരെ പാനൂർ ബസ് പാഞ്ഞും കയറിയിട്ട് സൈഡ് സീറ്റ് പിടിച്ച് നോക്കുമ്പോൾ എന്തൊരു ഫീലാന്ന് പറയുക. നൊസ്റ്റാൾജിക് ഫീലും ഭയങ്കര രസമുള്ള പരിപാടിയായിട്ട് ഇത് ബസ് പോക്ക്. കുറേ നാളായല്ലേ ഇത് ബസ്സിലെല്ലാം പോയിട്ട്. അങ്ങനെ തിരിച്ച് വന്നിട്ട് നോക്കുമ്പോൾ അമ്മ പറഞ്ഞു മുല്ലപ്പൂ ഇല്ലാണ്ട് കല്യാണത്തിന് വരില്ല. ഞാനിവിടെ പോയിട്ട് മുല്ലപ്പൂ കണ്ടുപിടിച്ച് കൊടുക്കൽ പടച്ചോനെ. അങ്ങനെ മുല്ലപ്പൂ എല്ലാം ഒരു കണക്കിന് ഒപ്പിച്ചിട്ട് നേരെ ഓട്ടോറിക്ഷ പിടിച്ച് നേരെ തറവാട്ടിൽ പോയി. അവിടെ നോക്കുമ്പോൾ ഇളയച്ചൻ്റെ പിള്ളേരുണ്ട്. വീഡിയോ കണ്ടാൽ അവരോടി. പിന്നെ ഞാൻ ഷീജാച്ചിൻ്റെ പയ്യനെ പോയി. ഷീജാച്ചി നോക്കുമ്പോൾ ടെറസുമ്പോൾ നിലക്കുന്നത്. പണ്ട് തിണ്ടുമ്പോൾ നിലയ്ക്ക് ഷീജാച്ചി അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ടെറസുമ്പില്ല. അങ്ങനെ തറവാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി നേരെ വണ്ടി കയറിയിട്ട് കല്യാണ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ കാണുന്നു നോക്കിയാൽ ഒരു 5 കല്യാണത്തിനുള്ള ആളുണ്ട്. ഇത് എന്തെന്ന തിരക്ക്. പക്ഷെ ഭയങ്കര ഫീലാണ് കേട്ടോ. നാട്ടിലെ കല്യാണം എന്നെല്ലാം പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു ഫീലിംഗാണ്. വീട്ടിൽ നടത്തുന്നൊരു കല്യാണം, കുടുംബക്കാരും ആൾക്കാരും ബഹളവും നാട്ടുകാരും ഒന്നും പറയണ്ട. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ സദ്യ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സദ്യയാണ് മെയിൻ പരിപാടി. അങ്ങനെ ഈ സദ്യയൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം അവർ പന്തലിൽ ചോറും വിളമ്പി സദ്യയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഒരു ഫീലാണ്. ഈ തിന്നുന്ന ആൾക്കാരെക്കാളും തിരക്കാന്ന് വിളമ്പുന്ന ആൾക്കാർക്ക്. ഇതിൻ്റെ ഒന്നും പറയണ്ട. അങ്ങനെ സാമ്പാർ വന്ന് കൊത്തമ്പാരി അരച്ച സാമ്പാറും ചോറും വറവും അവിയലും പച്ചടി കിച്ചടി അതിൻ്റെ ഒപ്പം ഒരു പപ്പടവും കൂടെ വന്നു കഴിഞ്ഞിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ സദ്യ ഉഷാറാക്കി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉണ്ട് ഈ പൂച്ച ഈ ചെടീൻ്റെ ഒപ്പം മലക്കം പറയുന്നത്. എന്തെന്ന കഥ ഒന്ന് നോക്കിയാട്ടെ. അങ്ങനെ ഈൻ്റെ കളിയും കണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങ് വൈൻഡപ്പ് ചെയ്തു. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ഫ്രം സോളോ ജേണി.